ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് കർക്കിടകം 18 18ാം ദിവസത്തെ കഥ. കിഷ്കിന്ധാകാണ്ഡത്തിലെ സുഗ്രീവ രാജ്യാഭിഷേകം, ക്രിയാമാർഗോപദേശം, ഹനുമൽ സുഗ്രീവ സംവാദം, ശ്രീരാമൻ്റെ വിരഹതാപം, ലക്ഷ്മണൻ്റെ പുറപ്പാട്, ഇത്രയും ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. കഴിഞ്ഞ ദിവസം സുഗ്രീവനുമായി ആ സഖ്യം ചെയ്തതനുസരിച്ച് ബാലിയെ വധിക്കുന്നതാണ് നാം കേട്ടത്. ഇന്ന് നാം കാണുന്നത് ബാലിയുടെ മകനായ അംഗദൻ തൻ്റെ ഇളയച്ഛനായ സുഗ്രീവനോട് തൻ്റെ അച്ഛൻ്റെ സംസ്കാര കർമ്മങ്ങൾ മുൻപിൽ നിന്ന് നടത്താൻ ആവശ്യപ്പെടുന്നതാണ്. സുഗ്രീവന് ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ബ്രാഹ്മണരായ പുരോഹിതർ, അമാത്യന്മാർ, മറ്റു പൗരജനങ്ങൾ എല്ലാവരുമായി ചേർന്ന് ശാസ്ത്രവിധി പ്രകാരം വാദ്യഘോഷങ്ങളോടെ രാജോചിതമായി ശവസംസ്കാര ചടങ്ങുകൾ നടത്തുകയാണ്. അതിനുശേഷം കുളിദേവാരങ്ങളെല്ലാം കഴിച്ച് ശ്രീരാമൻ്റെ അടുത്ത് ചെന്ന് മന്ത്രിമാരോടുമൊത്ത് നമസ്കരിച്ചിട്ട് പറയുകയാണ്, പൂജ്യനായ അങ്ങ് രാജ്യം പരിപാലിച്ചാലും ഞാൻ ഈ ലക്ഷ്മണനെ പോലെ തൃപ്പാദദാസനായിരുന്നു കൊള്ളാം. അതിനുത്തരമായിട്ട് ശ്രീരാമൻ പറഞ്ഞു, ഞാൻ 14 വർഷം കഴിയുവോളം ഒരു നഗരത്തിലും പ്രവേശിക്കയില്ല. രാജാവാകാൻ എന്തുകൊണ്ടും യോഗ്യൻ ഭവാൻ തന്നെ. ലക്ഷ്മണൻ വന്ന അഭിഷേക ചടങ്ങുകളെല്ലാം നടത്തിത്തരും. ഭവാൻ തന്നെ അംഗദനെയും യുവരാജാവായി വാഴിക്കുക. ബാലിയെപ്പോലെ ബാലനായ അംഗദനെയും രാജ്യവും പരിപാലിക്കുക. ഞാൻ ആ പർവ്വതശിഖരത്തിൽ പാർക്കുന്നുണ്ട്. ഇന്നു മുതൽ 4 മാസം കഴിഞ്ഞ്, ശരത്കാലം കഴിഞ്ഞ് പിന്നെ സീതാന്വേഷണത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്താലും തന്വങ്കിയായ ആ സീതാദേവി ഇരിക്കുന്ന സ്ഥലം അറിഞ്ഞു വന്ന് എന്നോട് പറയുകയും വേണം. അത്രയും നാൾ നീ ഭാര്യയോടും മക്കളോടും ഒത്ത രാജമന്ദിരത്തിൽ സുഖമായി വസിക്കുക. അങ്ങനെ ശ്രീരാമൻ്റെ അനുവാദത്തോടെ അവർ കിഷ്കിന്ധയിലെത്തി അഭിഷേകം നടത്തുന്നു. ലക്ഷ്മണൻ തിരിച്ച് ശ്രീരാമസന്നിധിയിലെത്തിയ ആ പർവ്വതത്തിൻ്റെ ഉന്നത ശിഖരത്തിൽ രണ്ടുപേരും കൂടി ഏറ്റവും ഉയരത്തിലാണ്. അവിടെ കയറി ചെന്നപ്പോൾ ഒരു ഗുഹ കാണായി. ആ ഗുഹയിൽ വൃക്ഷലതാദികളൊക്കെ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ മനോഹരമായ സ്ഥലം. ആ ശ്രീരാമൻ ലക്ഷ്മണനോടുകൂടി ഇങ്ങനെ അവിടെ താമസിക്കാൻ തീരുമാനിക്കുകയാണ്. ആ പക്ഷി മൃഗാദികളുടെ രൂപത്തിലുള്ളതെല്ലാം സിദ്ധന്മാരായ യോഗികളാണ്. അതുപോലെ അവർ മനുഷ്യവേഷത്തിലുള്ള ഭഗവാനെ ഇങ്ങനെ സ്തുതിക്കുക. അവർക്ക് കണ്ടിട്ട് തന്നെ വിസ്മയമാണ്. ആ ഗുഹയിലുള്ള ചരാചരങ്ങളെല്ലാം ഭഗവാന്റെ ദർശനത്താൽ ഇങ്ങനെ സന്തോഷചിത്തരായി തീരുകയാണ്. ശ്രീരാമനോടുകൂടി ലക്ഷ്മണൻ ഇങ്ങനെ ഇരിക്കുന്നതായ ആ അവസരത്തിൽ ലക്ഷ്മണൻ ശ്രീരാമനോട് പറയുകയാണ്, ജ്യേഷ്ഠ, എനിക്ക് ക്രിയാമാർഗം ഉപദേശിച്ചു തന്നാലും. ആ നാരദൻ, വ്യാസ, വിരിഞ്ചാദികളെല്ലാം ഈ ക്രിയാമാർഗത്തിൽ സഞ്ചരിച്ച് പുരുഷാർത്ഥങ്ങളെ പ്രാപിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. യോഗീന്ദ്രന്മാർ പറയുന്നതാണിത്. ഞാൻ ഭക്തനാണ്, അങ്ങയുടെ ദാസനുമാണ്. ദയവായി എനിക്ക് ഉപദേശിച്ചു തന്നാലും എന്ന് പറഞ്ഞു. ക്രിയാമാർഗം ഉപദേശിക്കുകയാണ്. ഈ അടുത്തത് ക്രിയാമാർഗോപദേശം. ക്രിയാമാർഗോപദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പൂജാവിധികളാണ്. ഭഗവാനെ എങ്ങനെ ക്ഷേത്രത്തിൽ ആചാര്യന്മാർ പൂജിക്കുന്നു, പൂജാരികൾ പൂജിക്കുന്നു, അതാണ് ഇതിൽ പറയുന്നത്. ആ പൂജാവിധികൾ എങ്ങനെയാണെന്ന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ലക്ഷ്മണ, കേൾക്കൂ, എന്നെ പൂജിക്കാനുള്ള വിധികൾക്ക് അന്തമില്ലെന്നറിയുക. അതായത് അനേകം ഉണ്ടെന്നറിയുക. എന്നാലും സംക്ഷേപിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതും നിന്നോടുള്ള വാത്സല്യത്താൽ. ഈ അതായത് തന്നുടെ ഗ്രഹത്തിൽ പറഞ്ഞിരിക്കുന്നതായ ആ വിധത്തിൽ ദ്വിജത്വം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണത്വമാണ്. ബ്രാഹ്മണൻ എന്ന അവസ്ഥ. അതായത് ഈ വേദാധ്യയനത്തിന് ഗൃഹ്യസൂത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള വിധി അനുസരിച്ച് ബാലനെ ഗുരുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ബ്രാഹ്മണൻ ഈ ജനിച്ചു കഴിഞ്ഞ് അത് എത്രാമത്തെ വയസ്സിലെന്നുണ്ട്. ആ കൊണ്ടുപോകുന്നതിനെയാണ് ഉപനയനം എന്ന് പറയുന്നത്. ആ വിശിഷ്ട കർമാനുഷ്ഠാനത്തോടുകൂടി ബാലനെ ഗുരുവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുന്നതും തുടർന്നുള്ള വേദോപദേശവുമാണ് ഈ ഉപനയനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷോഡശ സംസ്കാരങ്ങളിൽ 11ാമത്തേതായിട്ടാണ് ഉപനയനം വരുന്നത്. ഗൃഹ്യോക്ത കർമ്മണ ഏന സമീപം നിയതയ ഗുരോ ബാലോ വേദായ തദ്യോഗാത് ബാലസ്യോപനയം വിദുഹു. ഇങ്ങനെ സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നതാണ്. ആ ഉപനയനം കൊണ്ട് ഈ ബാലകന് പുതുജന്മം കിട്ടുകയാണ്. അതായത് 2ാമത്തെ ജന്മമാണെന്നാണ് പറയുന്നത്. മാതാപിതാക്കന്മാരിൽ നിന്നും ശാരീരിക ജന്മവും ആചാര്യന്മാരിൽ നിന്നും ജ്ഞാനാത്മകമായ 2ാം ജന്മവും. ഓരോ വർണ്ണക്കാർക്കും, പണ്ട് ഇത് ത്രേതായുഗത്തിലെ കാര്യമല്ലേ പറയുന്നത്, ഓരോ വർണ്ണക്കാർക്കും ഓരോ വയസ്സിലാണ് ഉപനയനം. അതായത്
ഉപനയന സംസ്കാരം കൊണ്ട് ബുദ്ധിയും വികാസവും ഭാവനയും ഒക്കെ വളരുമെന്നാണ് പറയുന്നത്. ഇനി ഗർഭകാലം മുതൽ 8ാമത്തെ വയസ്സിലാണ് ബ്രാഹ്മണർക്ക് ഉപനയനം നടത്തുന്നത്. അതുപോലെ തന്നെ ശൂദ്രന്മാരുടെ കാര്യം ബ്രാഹ്മണർക്ക് 8ാം വയസ്സിൽ, ക്ഷത്രിയർക്ക് 11ാം വയസ്സിൽ, വൈശ്യന് 12ാം വയസ്സിൽ. പിന്നെ ശൂദ്രന്മാരുടെ കാര്യം പറഞ്ഞിട്ടില്ല. ഇവിടെ ഗർഭേഷ്ടമേ കുർവീത ബ്രാഹ്മണസ്യോപനായനം ഗർഭാദേകാദശേ രാജ്ഞാം ഗർഭാത്തു ദ്വാദശേ വിശഹ. വിശഹ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന വൈശ്യന്മാരെയാണ്. അപ്പോൾ ഇങ്ങനെ അത് കഴിഞ്ഞ് ഈ യജ്ഞോപവീതം ധരിക്കുമ്പോഴാണ് ഇവർ ബ്രാഹ്മണരാകുന്നത്, ഈ ബാലന്മാർ. അതുവരെ സാധാരണ ബാലകനാണ്, അവർക്ക് ജാതിയൊന്നുമില്ല. അത് കഴിഞ്ഞാണ് ബ്രാഹ്മണൻ എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഭൂമിയിൽ ദ്വിജത്വം ഉണ്ടായതിന് ശേഷം എന്ന് പറഞ്ഞത് ഈ ഉപനയനത്തിന് ശേഷം വേദാധ്യയനം നടത്തി ആചാര്യനിൽ നിന്നും മന്ത്രങ്ങളെല്ലാം പഠിച്ച് അതായത് ആദരവോടുകൂടി ആചാരപൂർവ്വം വിധിപ്രകാരം എന്നെ പൂജിക്കുക. അത് മാനസപൂജയുമാകാം, അഗ്നിഭഗവാനിലുമാകാം, പ്രതിമകളിലുമാകാം, സൂര്യനിലുമാകാം, ജലത്തിലുമാകാം. അതുപോലെ തന്നെ സ്തണ്ടിലത്തിങ്കലാകാം. സ്തണ്ടിലം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പൃഥ്വിയാണ്. ഈ ആദ്യകാലത്ത് ഇങ്ങനെ പഞ്ചഭൂതങ്ങളാൽ എന്നാണല്ലോ ഉദ്ദേശിച്ചിരുന്നത്. ആ പഞ്ചഭൂതങ്ങളെയാണ് ഇവിടെയും ഉദ്ദേശിച്ചിരിക്കുന്നത്. നല്ല സാളഗ്രാമശിലയായാൽ ഏറ്റവും ഉത്തമമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാളഗ്രാമശിലയിൽ പ്രതിമ തീർത്തിട്ട് വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ആ വേദങ്ങളിലും തന്ത്രങ്ങളിലും പറഞ്ഞിരിക്കുന്നത് പോലെ ദേഹത്ത് നാം ഇന്ന് തേക്കുന്നത് പോലെ അന്ന് പണ്ട് സോപ്പൊന്നും ഉപയോഗിക്കാറില്ലല്ലോ, ആ മണ്ണ് ലേപനം ചെയ്തിട്ടാണ് കുളിച്ച് ദേഹശുദ്ധി വരുത്തുന്നത്. ആ സന്ധ്യാവന്ദനാദികൾ, അതായത് മലമൂത്ര വിസർജനത്തിന് മുമ്പ് ഈ സന്ധ്യാവന്ദനാദികൾ എന്ന് പറയുന്ന പ്രാതസന്ധ്യയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ആ മൂലമറിഞ്ഞ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വിധിപ്രകാരം എന്നാണ് അർത്ഥം. അതായത് ദേവർഷി ഇങ്ങനെ ഒരു, ഇനിയിപ്പം രാവിലെ എഴുന്നേറ്റ് നമുക്കറിയാം കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി എന്നൊക്കെ നമ്മൾ കീർത്തനങ്ങൾ ചൊല്ലിയിട്ടില്ലേ, അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇവിടെ ബ്രഹ്മാണം ശൂലവാണിം എന്ന് പറഞ്ഞ് സമസ്ത ദേവതാ വന്ദനമുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകുമ്പോൾ, അതുപോലെ മലമൂത്ര വിസർജനത്തിന് പോകുമ്പോഴൊക്കെ ഓരോ മന്ത്രങ്ങൾ ജപിച്ചിട്ടാണ് ചെയ്യുക. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന മൂലമറിഞ്ഞതെന്ന്. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പ്രാതസന്ധ്യയിലെ ബ്രഹ്മാണം ശൂലവാണിം ഹരിം അമരപതിം ഭാസ്കരം സ്കന്ദബിന്ദും വിഷ്ണും വന്യം ധനേശം വരുണം അഭിയമാൻ ധർമ്മമാര്യാൻ ഫണീന്ദ്രാൻ ദേവാൻ ദേവീ സമേതാൻ ഗ്രഹമുനി പിതൃഗോപക്ഷി നക്ഷത്രവൃക്ഷാൻ ത്രൈലോക്യസ്ഥാൻ സമസ്ഥാൻ സകല പരിവൃഢാൻ സർവഭൂത്യൈ നമാമി എന്ന് ചൊല്ലി ഇങ്ങനെ ഇഷ്ടദേവനെ സ്മരിച്ച് വലതുവശം തിരിഞ്ഞെഴുന്നേറ്റ് കൈകാൽ മുഖം കഴുകി ശുദ്ധി വരുത്തി ആചമിച്ച് ശുദ്ധനായി ഹരിഹരന്മാരെ വിചാരിച്ച് കിടക്കയിലിരുന്ന് തന്നെ സ്വഗുരുവേ ധ്യാനിക്കുക. അങ്ങനെ അതിന് മന്ത്രമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോന്നിനും ഓരോ മന്ത്രമുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഒരു മന്ത്രം ചൊല്ലുകയാണ്. ദേവർഷീ ഗണഗന്ധർവൈഹി ഗണനാഥസ്തഥൈവച പരിത്യാജ്യം ഇമം ദേശം ബഹിർഭൂമിം കരോമ്യഹം. ഞാൻ ഇങ്ങനെ പോവുകയാണ്, വിസർജനത്തിന് പോവുകയാണ് എന്ന് പതുക്കെ ഇങ്ങനെ മന്ത്രം ചൊല്ലിയിട്ട് ചെറിയ ശബ്ദത്തിൽ 3 പ്രാവശ്യം കൈകൊട്ടും. ഭൂമിയിൽ ജലത്തിൽ ഈ ഇടങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്ത് കൂടാത്തതായാൽ, അതായത് ഈ ഭൂമിയിലും ജലത്തിലും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഭൂമിയിലാണെങ്കിൽ ഇങ്ങനെ പുല്ലുകൊണ്ടും അതുപോലെ ഇലകൾ കൊണ്ടൊക്കെ മൂടിക്കിടക്കുന്ന സ്ഥലത്തേ ചെയ്യാവുള്ളൂ അർത്ഥം. അങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ വിസർജനം ചെയ്യാൻ നേരത്ത് വേറൊരു വിധിയുണ്ട്. കാലത്ത് വടക്കോട്ട് തിരിഞ്ഞിരിക്കണം, വൈകിട്ട് തെക്കോട്ട് തിരിഞ്ഞിരിക്കണം. സന്ധ്യ ആണെങ്കിൽ രാവിലെയും വൈകുന്നേരമുള്ള പ്രാതസന്ധ്യ സായാഹ്നസന്ധ്യ അങ്ങനെ ഊർധ്വദൃഷ്ടിയായിട്ടെന്ന് പറഞ്ഞാൽ മുകളിലേക്ക് നോക്കിയിരിക്കണം എന്നാണ് വിസർജനം ചെയ്യുവാൻ. ഇനി അത് കഴിഞ്ഞാലോ ശൗചം വരെ മൗനമായിട്ടിരിക്കണം. ഈ വിസർജനത്തിന് പോയാൽ കഴുകുന്നത് വരെ. കഴുകാനും ഉണ്ട് ചടങ്ങുകൾ. ആ വടക്ക് ഭാഗത്തു നിന്ന് ഒരു പിടി മണ്ണ് വാരി അത് 6ആയിട്ട് ഭാഗിച്ച് അതിൽ ഓരോ ഭാഗത്തിലും നിന്ന് ഓരോ പ്രാവശ്യം തൊട്ട് മണ്ണ് കൊണ്ട് 3 കൈവെള്ള വീതം വെള്ളം എടുക്കണം. എന്നിട്ട് ശൗചം ചെയ്യണം എന്നാണ്. ഈ ക്രമം അനുസരിച്ച് 12 പ്രാവശ്യത്തേക്ക് 36 കൈ വെള്ളം ഏനസിലും അതുപോലെ തന്നെ 6 പ്രാവശ്യം കൈകാലുകളിലും മുൻകണക്കിന് വെള്ളം ചേർത്ത് ഉപയോഗിച്ച് കഴുകണം. ഇങ്ങനെ 6 പ്രാവശ്യം മൺതൊട്ട് ഉപസ്ഥത്തിലും ശൗചം ചെയ്യണം. ഉപസ്ഥ എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയമാണ് കേട്ടോ. അനന്തരം 24 പ്രാവശ്യം വായിൽ വെള്ളം കൊണ്ട് കവിൾ കൊണ്ട് തുപ്പുക. ഇതിനെയാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് ആചാരം അനുസരിച്ച് ആ വിധി അനുസരിച്ച് ചെയ്യുന്നതിനാണ് മൂലമറിഞ്ഞ് ദേഹശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കുളിക്കാൻ നേരത്തുണ്ട്, പല്ല് തേക്കാൻ നേരത്തുണ്ട്. പല്ല് തേക്കുമ്പം പണ്ട് നമുക്കറിയാം ഇന്നത്തെ പോലെ പേസ്റ്റൊന്നുമില്ല. ഈ വേപ്പിൻ്റെ കമ്പ് മാവിലയൊക്കെ ഉപയോഗിച്ചാണ്. അത് മാവില 3ആയിട്ട് കീറി അങ്ങനെ അത് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അതുകൊണ്ട്
അപ്പം കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഞാനത് തുടങ്ങി വെച്ചെന്നേ ഉള്ളൂ. അത്രയും ഇങ്ങനെ കുളിക്കുന്നതിന് എല്ലാത്തിനും ഇതുപോലെ മന്ത്രങ്ങളുണ്ട് പ്രത്യേകം. അങ്ങനെ വിധിപ്രകാരം ഓരോന്നിനും ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പൂജ ചെയ്യുന്ന ക്രമം പറയുകയാണ്. ഈ സങ്കല്പം എന്ന് പറഞ്ഞാൽ അതും ഇങ്ങനെ വെള്ളത്തിലിറങ്ങിയതിന് പിന്നെ സങ്കല്പമുണ്ട്. ഇങ്ങനെ സങ്കല്പം മുദ്ര പിടിച്ചിട്ടാണ്. അതായത് ഇപ്പം കിഴക്ക് പടിഞ്ഞാറായിട്ട് തിരിഞ്ഞ് നിന്ന് സങ്കല്പമുദ്ര പിടിച്ച് ജപിക്കും. മമോപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം സങ്കല്പം കരിഷ്യേ എന്ന് ജപിച്ചിട്ട് ജലപാത്രത്തിൽ നിന്നും ഉദ്ധരണി കൊണ്ട് ജലം കയ്യിലെടുത്ത് ഭൂമിയിലൊഴിച്ച് സങ്കല്പമുദ്ര പിടിച്ച് പിന്നെയും ജപിക്കും. ഓം ഗംഗേ ജയമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലസ്മിൻ സന്നിധിം ഗുരു. ഇങ്ങനെ കൃഷ്ണവിഷ്ണോരോജ്ഞയ പ്രവർത്തമാനസ്യ അദ്യബ്രഹ്മണ ദ്വിതീയ പരാർദ്ധേ ശ്രീ ശ്വേതവരാഹകൽപ്പ. ഇങ്ങനെ പറഞ്ഞ് മന്ത്രങ്ങൾ പറഞ്ഞിങ്ങനെ ഓരോന്ന് ജപിച്ചാണ് ദേഹശുദ്ധി വരുത്തുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഓരോ സങ്കല്പം കഴിഞ്ഞിട്ട് ഇങ്ങനെ പൂജ ചെയ്യുമ്പോൾ ഭഗവാൻ തന്നെ ആചാര്യനെന്ന് സങ്കല്പിച്ച് ദിവസവും ഭക്തിയോടെ ജപിക്കണം, പൂജിക്കണം. വിഗ്രഹത്തെ ദിവസവും സ്നാനം ചെയ്യിച്ചിട്ട് സുഗന്ധ പുഷ്പാദികൾ കൊണ്ട് പൂജിക്കുന്നതാണ്. എല്ലാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൂജിക്കുന്നവന് എല്ലാ ഫലങ്ങളും സിദ്ധിക്കും, എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അലങ്കരിക്കുന്നത് എനിക്ക് വളരെ പ്രീതികരം എന്ന് ഭഗവാൻ പറയുകയാണ്. നിറയെ മാലയും അതുപോലെ ആഭരണങ്ങളൊക്കെ ഇട്ട് അഗ്നിയിൽ ഹവിസ് കൊണ്ടും സൂര്യനെ ഭൂമിയിലും ഇങ്ങനെ പൂജിക്കുന്നത് ഉത്തമമെന്നറിയുക. പൂജാദ്രവ്യങ്ങൾ ആദ്യം തന്നെ ഒരുക്കി വെച്ചിട്ട് വേണം പൂജ ആരംഭിക്കാൻ. ഉത്തമ ഭക്തനായവൻ ശ്രദ്ധയോടെ അല്പം ജലം കൊണ്ട് ആ ജലം നിവേദ്യമായിട്ട് അല്പം ജലം മാത്രം വെച്ചാലും ഞാൻ പ്രീതനായി അതിപ്രസന്നനായിടും. അതായത് ഭക്തി ഉണ്ടെങ്കിൽ, ഉത്തമ ഭക്തനാണെങ്കിൽ. അപ്പോൾ പിന്നെ ഗന്ധം, അക്ഷതം, പുഷ്പം, ധൂപം, ദീപം, നിവേദ്യം, മറ്റ് നിവേദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ വിശേഷമായി. വസ്ത്രം, തോൽ, ദർഭ തുടങ്ങിയ വസ്തുക്കളാൽ ഉത്തമമായ ഇരിപ്പിട ഒരുക്കണം. ദേവൻ അഭിമുഖമായി ശാന്തനായിരുന്ന ലിപിന്യാസം, പിന്നെ തത്വന്യാസം, പിന്നെ പഞ്ചരന്യാസം, അതിനുശേഷം ഇടതുഭാഗത്ത് കലശം വെച്ച് വലതുഭാഗത്ത് പുഷ്പങ്ങളെല്ലാം ഒരുക്കി വെച്ച് വളരെയധികം ഭക്തിയോടെ ഇങ്ങനെ എല്ലാം ഒരുക്കി വെച്ചിട്ട് അർഘ്യം, പാദ്യം. അർഘ്യം എന്ന് പറഞ്ഞാൽ പൂജയ്ക്കുള്ള വെള്ളം, പാദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാൽ കഴിക്കാനുള്ള വെള്ളമാണ് പാദ്യം എന്ന് പറയുന്നത്. അതുപോലെ മധുപർക്കം, ആചമനം, ഇങ്ങനെ ഓരോ പൂജ കഴിയുമ്പോഴും കൈ കാല് കഴുകി നമുക്ക് ശുദ്ധമാക്കണം. ഇങ്ങനെ പതുക്കെ വെള്ളം എടുത്ത് കുടഞ്ഞ് ശുദ്ധമാക്കി, അതാണ് ആചമനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അങ്ങനെ 4 പാത്രങ്ങളിൽ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ട് പിന്നീട് എൻ്റെ ചൈതന്യത്തെ, അതായത് പ്രതിമയിലേക്ക് ഇങ്ങനെ ആവാഹിക്കണം എന്ന് പറയുകയാണ്. ഉജ്ജ്വലമായ ചൈതന്യത്തെ ഹൃദയമാകുന്ന കമലത്തിൽ ഏകാഗ്രമായി ധ്യാനിച്ച് ആ സ്വദേഹത്തിൽ ആ ചൈതന്യം വ്യാപിച്ചു എന്ന് ഉറച്ചു വിശ്വസിക്കണം. അതിനുശേഷം ദേവസ്വരൂപമായി ധ്യാനിച്ചിട്ട് അർഘ്യം, പാദ്യം, അതുപോലെ മധുവർക്കം ഇത്യാദികളാൽ വീണ്ടും സ്നാനം കഴിഞ്ഞ് വസ്ത്രാദി ആഭൂഷണങ്ങളൊക്കെ അണിയിച്ച് എത്രയൊക്കെ ഉപചാരങ്ങളാൽ എന്നെ പൂജിക്കുന്നുവോ അതെല്ലാം എനിക്ക് പ്രിയമെന്നറിയുക. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നീരാജനം, ധൂപം, ദീപം, നിവേദ്യം ഇവയോടുകൂടി നിത്യവും എത്ര ഭക്തിയോടുകൂടി അർച്ചിക്കുകയാണോ അത്രയും ഞാനും പൂജിക്കുമെന്നറിയുക എന്ന് പറയുകയാണ്. ഹോമം ചെയ്യുമ്പോൾ അഗസ്ത്യമുനി പറഞ്ഞ പ്രകാരമോ അതല്ലെങ്കിൽ പുരുഷ സൂക്തം കൊണ്ടോ എന്നെ ഉപാസിക്കുക എന്ന് പറയുകയാണ്. ഉപാസനാ മന്ത്രങ്ങളോടുകൂടി അഗ്നിയിൽ അരി, യവം മുതലായ ധാന്യങ്ങൾ പാലും നെയ്യും ചേർത്ത് പാകം ചെയ്ത് ആ ഹവിസ് കൊണ്ട് ഹോമിച്ചാൽ, അങ്ങനെ ഹവിസ് എന്ന് പറഞ്ഞാൽ അറിയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഹോമിക്കുമ്പോൾ ഈ ഭഗവാൻ ഇങ്ങനെ സ്വർണത്തിന് തുല്യം, ചുട്ടുപഴുപ്പിച്ച സ്വർണത്തിന് തുല്യം പ്രഭയോടുകൂടിയതായി ഇങ്ങനെ ശോഭിക്കുന്നു. അതുപോലെ തന്നെ ദീപ്തമായി വളരെ അധികം ആഭൂഷണങ്ങളൊക്കെ അണിഞ്ഞ് ആ അഗ്നി മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ട് ധ്യാനിക്കാനാണ് പറയുന്നത്. ഹോമം ചെയ്യുമ്പോൾ ഈ ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാർ ഇങ്ങനെ അപ്രകാരമാണ് ചെയ്യുക. അത് കഴിഞ്ഞ് ഹോമത്തിന് ശേഷം ഉപദേവന്മാർക്ക് ഹവിസ് ബലിദാനം ചെയ്തിട്ട് മന്ത്രോപാസനകളോടെ ഇങ്ങനെ അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് നമസ്കരിക്കുകയാണ്. പിന്നെയും ധ്യാനിച്ച് നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് മുറുക്കാനൊക്കെ ചവയ്ക്കില്ല, അതുപോലെ നാഗവല്ലി ദലങ്ങൾ എൻ്റെ മുമ്പിൽ പ്രീതിയോടെ സമർപ്പിക്കണം. എന്നിട്ട് നൃത്തം, പാട്ട്, സ്തുതി, പാരായണം ഇവയെല്ലാം ഉണ്ടായിരിക്കണം. എന്നിട്ട് എൻ്റെ പാദാംബുജങ്ങളിൽ എന്നെ സ്മരിച്ചുകൊണ്ട് നമസ്കരിച്ച് ആ പ്രസാദത്തെ വിധിയാവണ്ണം ശിരസ് മുതൽ ധരിക്കുക. എന്നെ ഈ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യം ആ ചൈതന്യത്തെ ആവാഹിച്ചല്ലോ, ആ ജീവാത്മാവിലേക്ക് എന്നെ തിരിച്ചയക്കുക. ഇപ്രകാരം ദിവസവും എന്നെ പൂജിക്കുക എൻ്റെ ലക്ഷ്മണ. ഇപ്രകാരം പൂജ ചെയ്യുകയാണെങ്കിൽ മത്സാരൂപ്യം വരുമെന്നറിയുക, എന്നെപ്പോലെ ആയിത്തീരുമെന്നാണ്. ഇഹലോക സുഖങ്ങളുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ എന്ന് പറഞ്ഞാൽ അത് വെറും ഈസിയാണ്.
ഈ ക്രിയാമാർഗം ഭക്തിയോടെ നമ്മൾ ജപിച്ചാലും കേട്ടാലും അതുപോലെ നിത്യം പൂജ ചെയ്താലുണ്ടാകുന്ന ഫലം ഉണ്ടാകുമെന്നറിയുക. അതുപോലെ ശേഷാംശജാതനായ ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞതിന് ശേഷം ശ്രീരാമൻ എന്ത് ചെയ്തെന്നോ? ശ്രീരാമൻ സീതയെ വിളിച്ച് കരയാൻ തുടങ്ങി. അയ്യോ സീതയെ, നീ എവിടെയാണ്? നിന്നെ എന്നിനി കാണാൻ പറ്റും? ഇങ്ങനെ ചോദിച്ച് കരഞ്ഞ് കരഞ്ഞ് ഈ ശ്രീരാമൻ്റെ ഉറക്കവും പോയി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് ഹനുമൽ സുഗ്രീവ സംവാദമാണ്. ആ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു. അവർ രണ്ടുപേരും ഇങ്ങനെ പർവ്വതത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വസിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഹനുമാൻ കിഷ്കിന്ധയിൽ വാഴുന്ന സുഗ്രീവനെ അടുത്ത് വിളിച്ചിട്ട്, നമുക്കറിയാമല്ലോ സുഗ്രീവൻ്റെ മന്ത്രിയല്ലേ ഹനുമാൻ, അങ്ങനെ പറയുകയാണ്. മന്ത്രിയായ ഹനുമാൻ പറയുകയാണ്, നിങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം പുരുഷോത്തമനായ സത്യസന്ധനായ രാമൻ ചെയ്തു തന്നുവല്ലോ. ഭാര്യയെ കൊന്നില്ലേ, അതുപോലെ രാജ്യം തിരിച്ചു വാങ്ങിച്ചു കൊടുത്തു, ഭാര്യയെ കിട്ടി, ഇപ്പോൾ സുഖമായിട്ട് കിഷ്കിന്ധയിൽ വാഴുകയാണ്. അതുകൊണ്ടാണ് ഹനുമാൻ അങ്ങനെ പറഞ്ഞത്. ആ ശ്രീരാമൻ കാരണമാണ് എല്ലാം കിട്ടിയതെന്ന് മറക്കരുത്. ഇനി ഇങ്ങനെ കഴിഞ്ഞു കൂടുമ്പോൾ എത്ര നാളിങ്ങനെ കഴിയുമെന്നും അറിയില്ല. ഇന്നോ നാളെയോ മറ്റന്നാളോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മരണം, അതായത് നമ്മുടെ അടുത്തേക്ക് മരണം വരാനും മതി. പ്രത്യുപകാരം ചെയ്യാൻ മറക്കുന്നവൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നാണ്. പർവ്വതാഗ്രെ, ആ പർവ്വതത്തിന് മുകളിൽ ആ ശ്രീരാമൻ തൻ്റെ സോദരൻ ലക്ഷ്മണനോടുകൂടി ദുഃഖിച്ച് വാഴുകയാണ്. അതായത് അങ്ങ് ഈ സുഗ്രീവൻ ഇന്ന് ചെല്ലും നാളെ ചെല്ലും എന്ന് വിചാരിച്ച് ഭവാനെയും കാത്തിരിക്കുകയാണ് ആ ശ്രീരാമൻ. സുഗ്രീവനാണെങ്കിലോ ഇവിടെ ഭാര്യമൊത്ത് അങ്ങനെ സുഖിച്ച് താമസിക്കുക, മതിമറന്ന് വാഴുന്ന ഭവാനെയും ആ ശ്രീരാമൻ എപ്പോൾ വേണമെങ്കിലും വധിക്കാം. ഇത് കേട്ട സുഗ്രീവൻ ഭയന്നുപോയി. സുഗ്രീവൻ മാരുതിയോട് വേഗം പറയുകയാണ്, സത്യം തന്നെയാണ് നീ പറഞ്ഞത്. ഇതുപോലെ നല്ലത് പറഞ്ഞു തരുന്ന അമാത്യനുണ്ടെങ്കിൽ, അതായത് മന്ത്രി ഉണ്ടെങ്കിൽ രാജാക്കന്മാർക്ക് ആപത്തുണ്ടാവുകയേ ഇല്ല. പെട്ടെന്ന് തന്നെ 10 ദിക്കുകളിലേക്കും വാനരന്മാരെ അയക്കുക. 7 ദ്വീപുകളിലും വസിക്കുന്ന വാനരന്മാരെ ഉടനെ വരുത്തുവാനായി 10,000 കപിവീരരെ പെട്ടെന്ന് സന്ദേശം കൊടുത്തയക്കുക. അവരെല്ലാവരും ഒരു പക്ഷത്തിനുള്ളിൽ ഇവിടെ വന്നിരിക്കണം. ഒരു പക്ഷം എന്ന് പറഞ്ഞാൽ 14 ദിവസമാണ്. ആ ഒരു പക്ഷം കഴിഞ്ഞു വരുന്നതെങ്കിൽ വരികയാണെങ്കിൽ അവൻ തീർച്ചയായും വധിക്കപ്പെടും. ഇപ്രകാരം മാരുതിയോട് പറഞ്ഞേൽപ്പിച്ചതിന് ശേഷം സുഗ്രീവൻ തൻ്റെ മന്ദിരത്തിലേക്ക് മടങ്ങി പോവുകയാണ്. മാരുതിയും സുഗ്രീവൻ്റെ ആജ്ഞ അനുസരിച്ച് നാനാ ദിക്കുകളിലേക്കും ഈ വാനരന്മാരെ സന്ദേശവും കൊടുത്ത് അയക്കുന്നു. അവിടെ ഈ ഹനുമൽ സുഗ്രീവ സംവാദം അവസാനിക്കുകയാണ്. ഇനി ശ്രീരാമൻ്റെ വിരഹതാപമാണ്. ആ പർവ്വതത്തിന് മുകളിൽ സീതയെ കാണാഞ്ഞ് വിരഹതാപത്താൽ ഇങ്ങനെ തപിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീരാമൻ ലക്ഷ്മണനെ വിളിച്ചു പറയുകയാണ്, പാപിയായ എന്നെ നോക്കൂ കുമാര, ജാനകി മരിച്ചോ അതോ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നോ എന്നൊന്നും അറിയില്ല. എന്നോട് പ്രീതിയുള്ള ആരെങ്കിലും വന്ന് ജാനകി ജീവിച്ചിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അവനായിരിക്കും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. എവിടെയായിരുന്നാലും ഞാൻ പോയി നിശ്ചയമായും ഇങ്ങ് കൂട്ടിക്കൊണ്ടുവരും. ആരാണോ ജാനകി ദേവിയെ കട്ടുകൊണ്ടുപോയത് ആ കള്ളൻ്റെ വംശം തന്നെ ഞാൻ ഒടുക്കുന്നുണ്ട്. എന്നെ കാണാതെ ദുഃഖിച്ചിരിക്കുന്ന എൻ്റെ പ്രിയ വല്ലഭേ, നിന്നെ എനിക്കിനി എന്നാണ് കാണാൻ കഴിയുക? ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞ് കരയുകയാണ് കേട്ടോ. പിന്നെയും പറയുക, ചന്ദ്രമുഖി, അതായത് ചന്ദ്രനെ പോലെ മുഖമുള്ളവളെ, നീ പിരിഞ്ഞു പോയത് കാരണം ചന്ദ്രനും ഇന്ന് ആദിത്യനെ പോലെ ആയിത്തീർന്നു. ആദിത്യൻ നമുക്കറിയാം സൂര്യൻ ചൂടുള്ളത്. എനിക്ക് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആ വിരഹത്തീയിൽ ഇങ്ങനെ ചൂടുകൊണ്ട് വിരഹാഗ്നിയിൽ ഇങ്ങനെ ജ്വലിക്കുന്നതാണെന്ന് തോന്നുന്നു. ആദിത്യനെ പോലെ ആയിത്തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആ വിരഹത്തീയിൽ ജ്വലിക്കുകയാണെന്ന് ആയിരിക്കണം. അത് പിന്നെ വിളിക്കുകയാണ്, ആ ചന്ദ്രനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ നിൻ്റെ നിലാവാകുന്ന കൈകളാൽ ആ നിൻ്റെ ഗോത്രത്തിൽ തന്നെ ജനിച്ച ആ സീതാദേവിയെ ഒന്ന് തഴുകി ആശ്വസിപ്പിച്ചിട്ട് ആ കൈ കൊണ്ട് എന്നെയും ഒന്ന് തഴുകണേ എന്ന് ചന്ദ്രനോട് പറയുകയാണ്. ആ സുഗ്രീവനും ഒട്ടും ദയയില്ലാത്തവൻ തന്നെ. അവനും എനിക്ക് തന്ന വാക്ക് വിസ്മരിച്ച് കളഞ്ഞല്ലോ. ആ സുഗ്രീവൻ ഇപ്പോൾ ഭാര്യയുമായി ചേർന്ന് രാത്രിയും പകലും മദ്യവും സേവിച്ച് ശത്രുഭയം ഏതുമില്ലാതെ സുഖമായിട്ട് വാഴുന്നു. അവൻ നിശ്ചയമായും നന്ദിയില്ലാത്തവൻ തന്നെ. വാക്ക് തന്നതിന് പ്രകാരം ശരത്കാലം കഴിഞ്ഞവൻ വരേണ്ടതായിരുന്നല്ലോ. മുൻപ് ഉപകാരം ചെയ്ത എന്നെ അവനിങ്ങനെ മറന്നു കളഞ്ഞല്ലോ. കഷ്ടം, അവനിങ്ങനെ ചെയ്തല്ലോ. ഇഷ്ടത്തെ ചെയ്തവരെ മറക്കുന്ന ദുഷ്ടന്മാരിൽ ഏറ്റവും മുമ്പൻ അവൻ തന്നെ. ഇന്ന് ഞാൻ അവനെയും അവൻ്റെ ആളുകളോടും കൂടി കിഷ്കിന്ധയെ തന്നെ ഇല്ലാതെയാക്കുന്നുണ്ട്. അവനും അവൻ്റെ ജ്യേഷ്ഠനായ ബാലിയുടെ ഗതി തന്നെ. ഇത് കേട്ട് സൗമിത്രി അത്യധികം ക്രോധത്തോടെ, അവൻ വധിക്കപ്പെടേണ്ടവൻ തന്നെ ജ്യേഷ്ഠ, ആജ്ഞാപിച്ചാലും ഞാൻ ഉടനെ തന്നെ അവനെ വധിക്കുന്നുണ്ട്, അവൻ്റെ സമീപത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് അമ്പും വില്ലും ഒക്കെ എടുത്ത് സുഗ്രീവനെ വധിക്കാൻ തയ്യാറായി പോകാൻ റെഡിയായി നിന്നു. ഉടനെ ലക്ഷ്മണനെ വിളിച്ച് ശ്രീരാമൻ പറയുകയാണ്,
ലക്ഷ്മണ, ഒന്ന് പറയാം, ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. നമ്മുടെ സുഹൃത്തായ സുഗ്രീവൻ വധിക്കപ്പെടേണ്ടവനല്ല. ആ ബാലിയെപ്പോലെ നിനക്കും കാലപുരത്തിന് പോകാമെന്ന് പറഞ്ഞൊന്ന് ഭയപ്പെടുത്തിയാൽ മതി, വധിക്കൊന്നും വേണ്ട. ഇങ്ങനെ പറയുമ്പോൾ സുഗ്രീവൻ എന്ത് ഉത്തരം പറയുമെന്ന് കേട്ടിട്ട് വരിക. അതിനനുരൂപമായിട്ട് നമുക്കും അനന്തരകൃത്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയുകയാണ്. ഇനി ലക്ഷ്മണൻ്റെ പുറപ്പാടാണ്. അതായത് ഈ സുഗ്രീവനെ കാണാൻ വേണ്ടി, അതായത് ഈ ജ്യേഷ്ഠൻ്റെ ആജ്ഞ അനുസരിച്ച് ലക്ഷ്മണൻ സുഗ്രീവനെ കാണാനായി കിഷ്കിന്ധയിലേക്ക് നടക്കുകയാണ്. ലക്ഷ്മണൻ്റെ ആ ക്രോധത്തിൽ ആ മർക്കടജാതികളെല്ലാം കിഷ്കിന്ധയോടുകൂടി ദഹിച്ചു പോകുമെന്ന് തോന്നുന്നു. അത്രയ്ക്ക് ദേഷ്യത്തിലാണ് സുഗ്രീവൻ്റെ അടുത്തേക്ക് ലക്ഷ്മണൻ പോകുന്നത്. അതിനിടയ്ക്ക് ശ്രീരാമനെ വീണ്ടും പറയുകയാണ്, വിജ്ഞാനസ്വരൂപനായ, സർവജ്ഞനായ, അനാകുലനായ എന്ന് പറഞ്ഞാൽ ആകുലം ദുഃഖമാണ്, ദുഃഖമില്ലാത്തവനായ ആ ഭഗവാൻ ശ്രീരാമൻ ഇങ്ങനെ ഈ ദുഷ്കൃതങ്ങൾ നീക്കി ലോകത്ത് ശാന്തി സമാധാനം ഉണ്ടാക്കാനായി ഒരു അജ്ഞാനിയായ മനുഷ്യനെ പോലെ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് എന്തിനാണിങ്ങനെ നിസ്സാരനായ മനുഷ്യനെ പോലെ കരയുന്നത്? തൻ്റെ താതനായ ദശരഥൻ്റെ വാക്ക് പാലിക്കാൻ, അതുപോലെ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരുടെ സങ്കടം തീർത്ത് ഭൂമിയിൽ ധർമ്മം പരിപാലിക്കുന്നതിനായിട്ട് ആ പരാപരനായ ആനന്ദമൂർത്തിയായ ജഗന്മയനായ ഭഗവാൻ മാനുഷ്യവേഷം ധരിച്ചിരിക്കുന്നു. ഭൂലോകവാസികളായ ഈ അജ്ഞാനികളായിട്ടുള്ള സാധാരണ ജനങ്ങൾ ഈ മായയാൽ മോഹത്തിനടിമപ്പെട്ട് എങ്ങനെ മോക്ഷം സിദ്ധിക്കും എന്ന് ഇങ്ങനെ വിചാരിച്ച് സങ്കടപ്പെട്ട് അങ്ങനെ ചിന്തിച്ച് മഹാവിഷ്ണു തന്നെ ഇങ്ങനെ കൽപ്പിക്കുകയാണ്. മഹാവിഷ്ണു സ്വയം ചിന്തിക്കുകയാണ് ആ ദിവ്യകഥയെ. അതായത് ഈ മാനുഷ്യവേഷം ധരിച്ച് ശ്രീരാമനായിട്ടിങ്ങനെ ഈ ത്രേതായുഗത്തിൽ ഈ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്ന ആ നിസ്സാര മനുഷ്യൻ്റെ കഥ, ആ സാധാരണ മനുഷ്യൻ്റെ എല്ലാ ലോകവ്യാപാരങ്ങളോടും കൂടി ആ രാമൻ്റെ കഥയെ എല്ലാവർക്കും ആനന്ദദായിനിയായ, അതായത് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ആ രാമകഥയെ എല്ലാവരുടെ ഇടയിലും ഇങ്ങനെ അതായത് പ്രസിദ്ധപ്പെടുത്താം. ആ രാമകഥ പഠിച്ച് സന്തുഷ്ട ചിത്തരായി എല്ലാവരും ഇങ്ങനെ മനസ്സിലാക്കി അതിലലിഞ്ഞ് നന്മയും തിന്മയും ഉൾക്കൊണ്ട് ഈ പ്രപഞ്ചത്തിലൊക്കെ ഈ കഥ വ്യാപിപ്പിക്കാനായി അല്ലെങ്കിൽ വ്യാപിക്കാനായി ആ ചിന്മയനായ നിർവികാരനായ ആ ആനന്ദപുരുഷൻ ആ സാധാരണ മനുഷ്യൻ്റെ വികാരങ്ങളോടുകൂടി, അതായത് കാമം, ക്രോധം, മോഹം, കാമം, രാഗം, സുഖം, ദുഃഖം, ഇതൊക്കെ മനുഷ്യർക്കല്ലേ ഉള്ളൂ, ഭഗവാനില്ലല്ലോ. അങ്ങനെ ഈ മാനുഷിക വികാരങ്ങളോടുകൂടി കാലത്തിനും ദേശത്തിനും അനുരൂപമായിട്ട് ഇപ്പം മനുഷ്യനായിട്ട് ജീവിക്കുന്നതുകൊണ്ട് ആ മാനുഷിക വികാരങ്ങളോടുകൂടി അങ്ങനെ കാലത്തിനും ദേശത്തിനും അനുരൂപമായ പ്രവൃത്തികളോടുകൂടി, ഇപ്പം സീതയെ കാണുന്നില്ല, ദുഃഖിച്ച് കരയുകയാണ്, അത് ആ മനുഷ്യൻ്റെ പ്രവൃത്തിയാണത്, മനുഷ്യ സഹജമാണ്. നിർഗുണനായ പരബ്രഹ്മമൂർത്തി നിർഗുണനാണ്, പക്ഷേ സത്വരജസ് തമോ ഗുണങ്ങളെ അനുഭവിക്കുന്നവനായിട്ടാണ് ഇപ്പോൾ നാം കാണുന്നത്. ഇപ്പോൾ ഭൂമിയിൽ ഇപ്പോൾ ഇങ്ങനെ ജീവിക്കുകയാണ് മനുഷ്യരുടെ ഇടയിൽ. ഈ കഥയാണ് രാമകഥയായിട്ട് എല്ലാവരുടെ ഇടയിൽ പ്രചരിക്കട്ടെ എന്ന് പറഞ്ഞത്. അങ്ങനെ വിജ്ഞാനമൂർത്തിയായ പ്രപഞ്ച സൃഷ്ടിക്ക് തന്നെ സാക്ഷിയായ ഭഗവാൻ അവ്യക്തനാകുന്നു, അദ്വയനാകുന്നു, അതുപോലെ കാമാദി വികാരങ്ങളില്ലാത്തവനാകുന്നു. ഒരാഗ്രഹവും ഇല്ലാത്തവനെയാണ് കാമാദി വികാരങ്ങളില്ലാത്തവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവ്യയനാകുന്നു, ഒരു മാറ്റവുമില്ല, എന്നും ഒരുപോലെയാണ്, ആദിയും അന്തവുമില്ല, ദുഃഖമില്ലാത്തവൻ. ഇങ്ങനെയുള്ള ഭഗവാനെ സനകാദി മുനികളെ പോലെയുള്ള ദിവ്യന്മാർക്കേ തിരിച്ചറിയാൻ സാധിക്കൂ, സാധാരണക്കാർക്ക് പറ്റില്ല. ആ സിദ്ധന്മാരല്ലാത്ത സാധാരണക്കാരായ ഭക്തന്മാർക്ക് അവബോധമുണ്ടാവാൻ ഈ രാമകഥ ഉപകരിക്കുമെന്ന് മഹാവിഷ്ണു പണ്ട് ചിന്തിച്ചതാണ്. ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ ചിത്തത്തിനനുസരിച്ച് സംജാതമായതാണ് ഈ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ മനുഷ്യാവതാരം. ആ മുക്തിയെ പ്രദാനം ചെയ്യുന്ന മുനിമാരാൽ പരിസേവിതനായ ആ ശ്രീരാമചന്ദ്രൻ. ഇനി ഈ അവസരത്തിൽ ലക്ഷ്മണൻ നടന്ന് കിഷ്കിന്ധയിലെത്തി കേട്ടോ. ആ വാതിക്കൽ, രാജമന്ദിരത്തിൻ്റെ വാതിൽക്കൽ ചെന്നു, അകത്തേക്ക് പോകുന്നില്ല. അവിടെ ചെന്നിട്ട് ആ വില്ലെടുത്തൊരു ചെറു ഞാണൊലി ശബ്ദം കേൾപ്പിക്കുകയാണ്. നമ്മൾ വീടിൻ്റെയൊക്കെ മുമ്പിൽ നിന്നിട്ട് കോളിംഗ് ബെല്ലടിക്കുന്നത് പോലെ. അപ്പോൾ വാനരന്മാർ ലക്ഷ്മണനെ കണ്ട് പേടിച്ചുപോയി. 10 ദിക്കിങ്കൽ നിന്നും ഇങ്ങനെ സന്ദേശം കൊടുത്തയച്ച് വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് വാനരന്മാർ. അപ്പോൾ ഒരുപാട് പേരുണ്ട് അവിടെ. അവരിത് ശബ്ദം കേട്ട് പേടിച്ചിട്ട് സംഭ്രമത്തോടെ കല്ലും മരവും ഒക്കെ കൈകളിലെടുത്ത് ആ മുകളിലേക്ക് പാഞ്ഞു കയറുക. പേടിച്ചിട്ട് മലമൂത്ര വിസർജനം നടത്തിയെന്നാണ് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആ കുരങ്ങൻ്റെ ചാബല്യത്തോടെ ചാടിക്കൊണ്ടിരുന്നു, കലവിലാന്ന് ശബ്ദം കൂട്ടിക്കൊണ്ടിരുന്നു. ഈ മർക്കടക്കൂട്ടത്തെ നിഗ്രഹിക്കാനായിട്ട് ഈ ലക്ഷ്മണൻ വില്ല് കുലച്ചിങ്ങനെ വലിച്ചു പിടിച്ചിരിക്കുന്ന അവസരത്തിൽ
കുരങ്ങന്മാർ പേടിച്ചുപോയി. ലക്ഷ്മണൻ വന്നതറിഞ്ഞ് ആ സമയത്ത് അംഗദൻ അവിടേക്ക് ഓടി വരികയാണ്. ഭാഗ്യം, വേഗം രക്ഷപ്പെട്ടു ഇവരെല്ലാം. അംഗദൻ വന്ന് ആ കുരങ്ങന്മാരെയൊക്കെ ആട്ടി ഓടിച്ചു. ഒറ്റയ്ക്ക് ചെന്ന് നമസ്കരിക്കുകയാണ് ലക്ഷ്മണനെ. വേഗം സന്തോഷം തോന്നി അംഗദനെ കണ്ടപ്പോൾ. അച്ഛനില്ലാത്ത കുട്ടിയല്ലേ, ഭാര്യയുടെ മകനല്ലേ. ആലിംഗനം ചെയ്ത് ലക്ഷ്മണൻ സന്തോഷത്തോടുകൂടി, പോകൂ വത്സ, നിന്റെ പിതൃ സഹോദരനോട് പറയുക, പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ, ഹിതത്തെ ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥമായിരിക്കും ഫലം. വീരനായ എൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമൻ എന്നോട് പറഞ്ഞയച്ചിരിക്കുന്നത് സുഗ്രീവനെ ഈ ക്ഷണം ബാലിയുടെ പുറകെ അയക്കുവാനാണ്. സുഗ്രീവനും അതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ട് അംഗദൻ പേടിച്ചുപോയി. അകത്ത് പോയി വന്നിച്ചിട്ട് സുഗ്രീവനോട് പറയുകയാണ്, ആ ലക്ഷ്മണൻ കോപിഷ്ഠനായി വന്നു നിൽക്കുന്നു. ഇളയച്ചൻ ഈ കുരങ്ങന്മാരുടെ സ്വഭാവമൊക്കെ കളഞ്ഞിട്ട് ചെന്ന് വന്നിച്ച് സ്വീകരിച്ചു കൊണ്ടുപോകാം, അല്ലെങ്കിൽ ആപത്തുണ്ടാവും എന്ന് പറഞ്ഞു. സുഗ്രീവൻ ഭയന്ന് വിറച്ച് മാരുതിയെ പറഞ്ഞയക്കുകയാണ്. മാരുതിയെ വിളിച്ചിട്ട് പറഞ്ഞു, ലക്ഷ്മണനെ വന്നിച്ച് സാന്ത്വന വാക്കുകൾ പറഞ്ഞ്, അതായത് കോപിച്ച് വന്ന് നിൽക്കുകയല്ലേ, സാന്ത്വന വാക്കുകൾ പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറയുകയാണ്. അംഗദനോടൊപ്പം അയക്കുക പുറത്തേക്ക്. ഉടനെ മാരുതി പോയി കഴിഞ്ഞപ്പോൾ സുഗ്രീവൻ താരയെ വിളിക്കുകയാണ്. താരയോട് പറയുകയാണ്, താരാധിപാനനെ എന്ന് പറഞ്ഞാൽ താര നക്ഷത്രം, താരാധിപൻ ചന്ദ്രൻ, ചന്ദ്രാനനെ ചന്ദ്രമുഖി, ലക്ഷ്മണൻ്റെ അരികിൽ ചെന്ന് സാരസ്യസാരവാക്യങ്ങളാൽ എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് വളരെ നയചാതുര്യത്തോട് സംസാരിക്കാൻ മിടിക്കുകയാണ് താര. അതുകൊണ്ട് അങ്ങനെ നല്ല വാക്കൊക്കെ പറഞ്ഞ് നീ ആ ലക്ഷ്മണനെ കൂട്ടിക്കൊണ്ടുവന്ന് കോപം നീങ്ങിക്കഴിയുമ്പോൾ എന്നോടുള്ള ആ കൽമഷവും നീക്കി കളയണം സംസാരിച്ച്. ആ സുഗ്രീവൻ്റെ വാക്കുകൾ കേട്ട് താര ഇങ്ങനെ മധ്യകക്ഷേ എന്ന് പറഞ്ഞാൽ മധ്യത്തിലുള്ള ഒരു അറയിൽ ചെന്നിങ്ങനെ ലക്ഷ്മണനെ കാത്തു നിൽക്കുകയാണ്. അംഗദനും മാരുതിയും കൂടെ ലക്ഷ്മണനെ വണങ്ങി ഭക്തിയോടുകൂടി സൗമിത്രിയോട് കുശലപ്രശ്നം നടത്തുകയാണ്. മാരുതി ചോദിക്കുക, എന്തേ പുറത്തു നിന്ന് കളഞ്ഞത്? അകത്ത് അന്തഃപുരത്തിലേക്ക് എഴുന്നള്ളിയാലും രാജപത്നിമാർ, നഗരഭംഗി, ഇവയൊക്കെ കണ്ട് ആ നാഥനെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ശ്രീരാമനെയും കണ്ട് വണങ്ങിയാൽ പ്രശ്നങ്ങളെല്ലാം തീരുമല്ലോ, പെട്ടെന്നെല്ലാം സാധ്യമാകും. ഇങ്ങനെ പറഞ്ഞ് കയ്യും പിടിച്ച് സുഗ്രീവ സന്നിധിയിലേക്ക് ഇങ്ങനെ ആനയിക്കുകയാണ് ലക്ഷ്മണനെ. അപ്പം നമ്മുടെ ആ രാജമന്ദിരത്തിനകത്തേക്ക് ഇങ്ങനെ മന്ദം ലക്ഷ്മണൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ ആ മധ്യ കക്ഷിയെ, അതായത് മധ്യത്തിലുള്ള അറയിൽ താര ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽപ്പുണ്ട്. ആ താരേശതുല്യമുഖിയായ സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നു. ലക്ഷ്മി ദേവിയെ പോലെ കാത്തു നിൽക്കുക എന്നാണ് പറഞ്ഞത്. അവൾ ലക്ഷ്മണനെ വിനീതയായിട്ട് വണങ്ങുന്നു. എന്നിട്ട് പറയുകയാണ്, ഇത് അങ്ങയുടെ തന്നെ മന്ദിരമാണെന്ന് അറിഞ്ഞാലും പ്രഭോ, ഉത്തമ ഭക്തനായ ഭൃത്യനായ ആ കപീന്ദ്രനോട് ഇങ്ങനെ കോപിച്ചാൽ അവന് പിന്നെ വേറെ എന്ത് ഗതി? അവന് വേറെ ആരാ ഉള്ളത്? ഈ കുരങ്ങന്മാർക്ക് ചാബല്യം കുറച്ച് കൂടുമെന്ന് അറിയരുതോ? ആ പാവം കുറേ കാലമായി ദുഃഖിച്ച് കഴിയുകയല്ലായിരുന്നോ? ഭഗവാൻ ശ്രീരാമൻ്റെ കൃപയാൽ ഇതാ ഇപ്പോഴല്ലേ ഒന്ന് സ്വസ്ഥനായത്. ദയവ് ചെയ്ത് അതിന് വിപരീതമായി ഒന്നും ചെയ്യല്ലേ ദയാനിധേ ഭക്തപരായണ. ഈ നാനാഭാഗത്തു നിന്നും ഈ സപ്തദ്വീപങ്ങളിലും വാഴുന്ന വാനരന്മാരെ വരുത്തുവാനായി 10,000 കപികളെയാണ് സന്ദേശവും കൊടുത്ത് അയച്ചിരിക്കുന്നത്. അവർ വരുന്നതും കാത്തിരിക്കുകയാണ്. ദേ നോക്കിയാലും 10 ദിക്കിങ്കിൽ നിന്നും ഇങ്ങനെ വാനരന്മാർ വന്ന് നിരന്നു തുടങ്ങി. ഒന്നിനും ഒരു താമസവും ഇനി ഉണ്ടാകില്ല. ഈ കപിശ്രേഷ്ഠന്മാരെല്ലാം രാക്ഷസകുലം ഒന്നൊന്നോടെ ഇല്ലാതാക്കുവാൻ പ്രാപ്തരാണ്. ഇവരൊക്കെ നല്ല ശക്തന്മാരാണ്. ഇങ്ങനെ ഇരിക്കുന്നൊന്നും കൂട്ടാക്കണ്ട. ഇപ്പോൾ ഈ സുഗ്രീവൻ പുത്രം, മിത്രം, കളത്രം ഇവരോടെല്ലാം ചേർന്ന് ഇങ്ങനെ അങ്ങയുടെ ഭൃത്യനായ സുഗ്രീവനെ കണ്ടിട്ട് അവനോടൊന്നിച്ച് ശ്രീരാമപാദാംഭോജം വന്ദിച്ച് കാര്യം സാധിക്കാമെന്ന് അറിഞ്ഞാലും ഇങ്ങനെ താരയുടെ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ സുഗ്രീവനെ ചെന്ന് കാണുകയാണ്. ഭയത്തോടും ലജ്ജയോടും കൂടി സുഗ്രീവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ലക്ഷ്മണനെ വന്ദിക്കുന്നു. ഇങ്ങനെ സുഗ്രീവൻ്റെ കണ്ണുകളാണെങ്കിൽ ഇങ്ങനെ മദ്യപിച്ച് മതോന്മത്തനായതുപോലെ കലങ്ങി ചുവന്നായിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സുഗ്രീവനോട് ലക്ഷ്മണൻ കോപത്തോടെ പറയുകയാണ്, നീ രഘുസത്തമനെ മറന്നതെന്താണ്? ഇങ്ങനെ ആ ബാലിയെ കൊന്ന ശരം ആര്യപുത്രൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടെന്നറിയുക. ജ്യേഷ്ഠൻ്റെ പുറകെ നിനക്കും കാലപുരിക്ക് പോകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെ ജ്യേഷ്ഠൻ പറഞ്ഞു നിന്നെയും ഉടനെ തന്നെ പറഞ്ഞു വിടാമെന്ന്. ഇനി ഇതിന് ഉത്തരം പറയുന്നത് മാരുതിയാണ് കേട്ടോ. ഇങ്ങനെയൊന്നും പറയല്ലേ, സുമിത്രാത്മജനേക്കാൾ ശ്രീരാമനോട് ഭക്തിയുള്ളവനാണ് ഈ സുഗ്രീവൻ. ഈ കവിശ്രേഷ്ഠൻ ഒരിക്കലും സത്യലംഘനവും ചെയ്യുകയില്ല. ശ്രീരാമന് കൊടുത്ത വാക്ക് പാലിക്കുന്നതിനെക്കുറിച്ചോർത്ത് അനന്തരകൃത്യങ്ങൾ ഒന്നൊന്നായി ചെയ്യുകയാണ് ഇദ്ദേഹം. കണ്ടില്ലേ വന്നു കൂടിയ വാനരന്മാരെ? ശ്രീരാമൻ്റെ ഉദ്ദേശം പെട്ടെന്ന് തന്നെ നടപ്പാക്കുന്നുണ്ട് ഈ കവിശ്രേഷ്ഠൻ. ഇങ്ങനെ മാരുതി പറഞ്ഞതിനെ കേട്ട് ലക്ഷ്മണൻ ലജ്ജിതനായി നിന്നുപോയി. സുഗ്രീവൻ പെട്ടെന്ന് തന്നെ അർഘ്യവാദ്യങ്ങളാൽ പൂജിച്ച്
ലക്ഷ്മണൻ്റെ മുമ്പിൽ ചെന്ന് വീണ് വീണ്ടും വണങ്ങുകയാണ്. പിന്നീട് ആ രാഘവൻ്റെ കാരുണ്യത്താൽ രക്ഷിക്കപ്പെട്ട ഞാൻ അവിടുത്തെ ദാസൻ എന്നറിഞ്ഞാലും അരക്ഷണം കൊണ്ട് 3 ലോകങ്ങളെയും ജയിക്കാൻ പ്രാപ്തനാണല്ലോ ആ ഭഗവാൻ. അദ്ദേഹത്തെ സേവിക്കുക മാത്രം, അതായത് സഹായിക്കുക മാത്രമാണല്ലോ ഞങ്ങളുടെ നിയോഗം. സുഗ്രീവനോട് സൗമിത്രി സസന്തോഷം പറയുകയാണ്. ഞങ്ങളുടെ മനോവിഷമം കൊണ്ടാണ് പരുഷമായി സംസാരിക്കേണ്ടി വന്നത്. നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇപ്രകാരമെല്ലാം ദേഷ്യപ്പെട്ടത്. ആ രാഘവൻ അവിടെ ഒറ്റയ്ക്ക് നമ്മയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വൈകാതെ നമുക്ക് അവിടേക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ ആ പർവ്വത ശിഖരത്തിൻ്റെ മുകളിൽ ശ്രീരാമ സന്നിധിയിലേക്ക് പോകാനായി തയ്യാറെടുക്കുന്നു. 18-ാം ദിവസത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ബാക്കി ഭാഗം നാളെ കേൾക്കാം. കാത്തിരിക്കൂ. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ അവസാനം പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. കൺക്ലൂഡ് ചെയ്തപ്പം 16-ാം ദിവസത്തെ കഥ എന്നാണ് പറഞ്ഞത്. ഇന്നലെ 17-ാമത്തെ ദിവസമായിരുന്നു. സോറി ഫോർ ദാറ്റ്. എല്ലാവരും ക്ഷമിക്കണം, സദയം ക്ഷമിക്കണം. നന്ദി, നമസ്കാരം.